ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ HTML ടെക്സ്റ്റ് എലമെന്റ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. സോ ടെക്സ്റ്റ് എലമെന്റ്സ് എന്ന് വെച്ചാൽ നമ്മളൊരു വെബ്സൈറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു വെബ്സൈറ്റിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ടെക്സ്റ്റ് കണ്ടന്റ്സ് കാണാം. അതായത് നമ്മൾ ഹെഡിങ്സ് കാണാം. ഇപ്പോൾ ഒരു വെബ്സൈറ്റിൽ മെയിനായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ലാൻഡിങ്, ഒരു ബാനറിൽ തന്നെ നമുക്ക് ഹെഡിങ് കാണാം. അതേപോലെ പാരഗ്രാഫ്സ് കാണാം, പിന്നെ ഓർഡർ ലിസ്റ്റ്, അൺഓർഡർ ലിസ്റ്റ്, അങ്ങനെ ലിസ്റ്റ് ടൈപ്പ് ടെക്സ്റ്റ് കാണാം. അങ്ങനെ ഒരുപാട് ടൈപ്പിൽ നമുക്ക് ടെക്സ്റ്റ് അറേഞ്ച് ചെയ്ത് കാണാൻ പറ്റും. സോ അങ്ങനെയൊക്കെ നമ്മളൊരു വെബ്സൈറ്റിൽ എങ്ങനെ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിന് നമുക്ക് കുറച്ച് ടാഗ്സ് ഉണ്ട്. ഈ ടാഗ്സ് നിങ്ങൾ പഠിക്കണം. സോ ആ ഒരു ടാഗ്സ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ നമുക്ക് കോഡിലോട്ട് പോവാം. സോ കോഡിൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത കുറച്ച് ടാഗ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ജസ്റ്റ് റിമൂവ് ചെയ്യാണ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പോൾ പറഞ്ഞു ഹെഡിങ്. ഒരു വെബ്സൈറ്റിൽ മെയിനായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഹെഡിങ്. സോ ഒരു വെബ്സൈറ്റിൽ ഹെഡിങ് എങ്ങനെ കൊടുക്കുക എന്നുള്ളത് നോക്കാം. ഹെഡിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നത് എച്ച് ടാഗ്സ് ആണ്. എച്ച് ടാഗ്സ് എന്ന് പറയും. എച്ച് ടാഗ്സ് എന്ന് വെച്ചാൽ അതൊരു എച്ചിൽ തന്നെ നമുക്ക് 6 വേരിയൻ്റ് ഉണ്ട്. H1, H2, H3, H4, H5, H6, അങ്ങനെ 6 വേരിയൻ്റ് ഉണ്ട്. സോ നമുക്ക് ഞാൻ അതിനെ കുറിച്ച് എന്താണെന്ന് പറയുന്നില്ല, അത് നമുക്ക് ചെയ്ത് തന്നെ കാണാം. ഈ ഒരു H1 മുതൽ H6 വരെ, അതായത് ഹെഡിങ്ങിനാണ് ഇതിന് 6 ടാഗ്. സോ അത് നമുക്ക് ആ ഒരു ഡിഫറൻസ് നമുക്ക് ഇവിടെ ചെയ്ത് തന്നെ കാണാം. സോ കോഡിലോട്ട് പോവാണ്. സോ H1 ടാഗ് നമ്മൾ ഇങ്ങനെയാണ്, ഞാൻ ജസ്റ്റ് അത് ഓക്കെ H1 ടാഗ്. ആൻഡ് ഈ H1 ടാഗിൽ ഞാൻ കൊടുക്കുകയാണ് ഹെഡിങ് 1. ഓക്കെ, ഹെഡിങ് 1 എന്ന് കൊടുക്കുകയാണ്. ആൻഡ് ദെൻ ഞാൻ H2 ടാഗ് കൊടുക്കുകയാണ്. H2 ടാഗിൽ ഞാൻ ഹെഡിങ് 2. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് കണ്ടന്റ് വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ ഏത് H1 ടാഗാണോ H2 ടാഗാണോ അങ്ങനെ അറിയാൻ വേണ്ടിയിട്ടാണ് 1, 2 അങ്ങനെ കൊടുക്കുന്നത്. സോ നമുക്ക് എന്ത് കണ്ടന്റ് ആണോ അവിടെ വരേണ്ടത് അത് നമുക്ക് ഇവിടെ കൊടുക്കാം. ഞാൻ H3യിൽ ഞാൻ കൊടുക്കുകയാണ് ഹെഡിങ് 3. ആൻഡ് ദെൻ H4, അതിൽ നമ്മൾ ഹെഡിങ് 4. ദെൻ H5. ഇനി അത് കോപ്പി പേസ്റ്റ് ചെയ്ത് Ctrl D വെച്ച് ചെയ്താൽ അവർക്ക് VS കോഡിന്റെ ഷോർട്ട് കട്ട്സും പഠിക്കാൻ പറ്റും. H5 ആൻഡ് Ctrl D എന്തിനാന്ന് വെച്ചാൽ Ctrl C Ctrl V കൊടുക്കുകയാണ്. സോ അത് കോപ്പി ചെയ്ത് Ctrl C കോപ്പി ചെയ്യാനും Ctrl V പേസ്റ്റ് ചെയ്യാനാണ്. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു H5ൻ്റെ ആ ഒരു ലൈനിൽ ഞാൻ Ctrl C കൊടുത്തു. ലൈനിൽ എൻ്റെ കഴ്സർ വെച്ചു, അവിടെ Ctrl C കൊടുത്തു. ആൻഡ് ദെൻ Ctrl V കൊടുത്താൽ അത് അവിടെ തന്നെ പേസ്റ്റ് ആയിട്ടുണ്ട്. സോ അത് ഞാൻ ജസ്റ്റ് മാറ്റിയിട്ട് H6 ആണ്, H6 കൊടുക്കുകയാണ്. ആൻഡ് ഞാനൊരു ടാഗും മാറ്റാണ്. H5 എന്നുള്ളത് H6 ആണ്. സോ അത് ടാഗിൻ്റെ കാര്യത്തിലും വേറൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഇത് ജസ്റ്റ് ഒരു ആഡ് ഓൺ ആണ്. സോ അത് നിങ്ങൾക്ക് മനസ്സിലായാലും കുഴപ്പമില്ല. ഓക്കെ, ഈ ടാഗ് ഞാൻ സെലക്ട് ചെയ്യണം. H5 എന്നുള്ള സെലക്ട് എടുത്തിട്ട് ഞാൻ Ctrl D കൊടുത്താൽ ഈ H5 വേറെ എവിടെയൊക്കെ ഉണ്ടോ അതും സെലക്ട് ആവും. എന്നിട്ട് ഞാൻ ബാക്ക് ക്ലിക്ക് ചെയ്താൽ അത് രണ്ടും പോയത് കണ്ടും അതിന് അവിടെ H6 ഞാൻ കൊടുക്കുകയാണ്. സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായാലും കുഴപ്പമില്ല. ഇത് പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും. സോ ജസ്റ്റ് ഇപ്പോൾ ഇത്ര കാര്യം മനസ്സിലാക്കിയാൽ മതി. H5 മാറ്റി ഞാനവിടെ H6 കൊടുത്തു. സോ നമ്മൾ 6 ടാഗ്സ് കൊടുത്തിട്ടുണ്ട്. H1, H2, H3, H4, H5 ആൻഡ് H6. സോ ഇവിടെ 1 to 6 വരെ ഉണ്ട്. സോ ഇനി നമുക്ക് ഇതിൻ്റെ പ്രിവ്യൂ നമുക്ക് വെബ്സൈറ്റിൽ കാണാം. സോ ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവും. H1 മുതൽ H6 വരെയുള്ള ടാഗിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത്. സോ H1 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ H1 ഏറ്റവും വലിയ ഈ ഒരു ഹെഡിങ്ങിൽ തന്നെ ഏറ്റവും പ്രയോറിറ്റി കൂടിയ ഏറ്റവും വലിയ ഹെഡിങ്, പ്രയോറിറ്റി കൂടിയ ഹെഡിങ്സ് ആണല്ലോ വലിയ ഹെഡിങ്. സോ ഏറ്റവും വലിയ ഹെഡിങ്സ് ആണ് നമ്മൾ H1ൽ കൊടുക്കുക. ദെൻ അതിൽ പ്രയോറിറ്റി കുറഞ്ഞ H2, അതിൽ പ്രയോറിറ്റി കുറഞ്ഞ H3, അതിൽ പ്രയോറിറ്റി കുറഞ്ഞ H4 ആൻഡ് H6 വരുമ്പോൾ ഏറ്റവും പ്രയോറിറ്റി കുറഞ്ഞ ഹെഡിങ്സ് ആണ് നമ്മൾ H6ൽ കൊടുക്കൽ. സോ ഈ H6ൽ തന്നെ ഈ പ്രയോറിറ്റി കുറയും തോറും അതിൻ്റെ സൈസും കുറയും. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഹെഡിങ് ടാഗിൽ നമ്മൾ പഠിക്കാനുള്ളത്. സോ ഇതിൽ നമുക്ക് ഒരുപാട് ആട്രിബ്യൂട്ട്സ് ഒക്കെ വരുന്നുണ്ട്. അതായത് ക്ലാസ് അങ്ങനത്തെ ആട്രിബ്യൂട്ട്സ് ഒക്കെ നമുക്ക് കൊടുക്കാം. സോ ആട്രിബ്യൂട്ട്സിനൊക്കെ നമ്മൾ വേറൊരു വീഡിയോ തന്നെ ചെയ്യും. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മളിപ്പോൾ ഹെഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. ഇനി നെക്സ്റ്റ് ആയിട്ടുള്ള നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഹെഡിങ്ങിൻ്റെ ശേഷം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാരഗ്രാഫ്സ്. നമ്മളിപ്പോൾ ഒരു സൈറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ ഒരുപാട് പാരഗ്രാഫ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യാറുണ്ട്. സോ പാരഗ്രാഫാണ് നെക്സ്റ്റ് ആയിട്ടുള്ളത്. ഈ ഒരു പാരഗ്രാഫിന് നമ്മൾ ഉപയോഗിക്കുന്ന ടാഗാണ് P ടാഗ്. ഓക്കെ, സോ ഈ ഒരു P ടാഗ് സോ ഈ P ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതൊരു പാരാഗ്രാഫ് ടെക്സ്റ്റ് ആയിട്ട് വരും. നമ്മൾ ഇപ്പോൾ നോർമലി പാരാഗ്രാഫ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഫോൺ സൈസ് ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ. ആ ഒരു സൈസിൽ, നമ്മുടെ മനസ്സിലുള്ള സൈസ് എന്നല്ല പറഞ്ഞ്, ആ ഒരു പാരാഗ്രാഫിൻ്റെ സൈസിൽ ഈ ഒരു
പി ടാഗിൽ കൊടുക്കുന്ന വരും. അതായത് നമ്മൾ ഒരു പാരഗ്രാഫ് സ്റ്റൈലിൽ എന്താണ് കൊടുക്കേണ്ടത് അത് നമ്മൾ ഈ ഒരു പി ടാഗിൻ്റെ ഉള്ളിലാണ് പ്ലേസ് ചെയ്യേണ്ടത്. സോ ഞാനിവിടെ പാരഗ്രാഫായിട്ട് ജസ്റ്റ് ഇപ്പോൾ ഇതിൽ വേറെ ഷോർട്ട് കട്ടും കൂടെ ഉണ്ട് VS കോഡിൽ. ഈ ഒരു ലോറം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ലോറം എന്തിനാന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ഫേക്ക് ആയിട്ടുള്ളൊരു കണ്ടന്റ്, അതായത് ഡമ്മി ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടന്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലോറം എന്നുള്ളൊരു സംഭവം യൂസ് ചെയ്യുക. ലോറം ജനറേറ്റർ എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരുപാട് വെബ്സൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. സോ ഈ ഒരു VS കോഡിൽ ഞാനിവിടെ ലോറം 10 അല്ലെങ്കിൽ ഞാനിവിടെ ലോറം 20 എന്ന് കൊടുത്തിട്ട് കൺട്രോൾ സ്പേസ് അടിച്ചിട്ട് ആ ഒരു ലോറം 20 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ലോറം 20 അവിടെ കൺട്രോൾ സ്പേസ് കൊടുത്തിട്ട് ആ ഒരു ഫസ്റ്റ് ഓപ്ഷൻ എൻ്റർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 20 വേർഡ്സ് ഉള്ള ഒരു സെൻറ്റൻസ് വരും. സോ അതിന് നമുക്ക് അങ്ങനെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഇതും ജസ്റ്റ് ഒരു ആഡ് ഓൺ ആണ്. സോ ഞാനിപ്പോൾ ഒരു പി ടാഗ് ഇട്ടു. ആ ഒരു പി ടാഗിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒരു സെൻറ്റൻസ് കൊടുത്തു, ഒരു പാരഗ്രാഫ് കൊടുത്തു. ആൻഡ് ഇനി നമ്മൾ നമ്മുടെ സൈറ്റ് ആ ഒരു പ്രിവ്യൂയിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ആ ഒരു പാരഗ്രാഫ് അവിടെ വന്നിട്ടുണ്ട്. സോ ഈ പാരഗ്രാഫിൽ ഞാൻ 20ക്ക് പകരം ഞാനൊരു 100 വേർഡ്സ് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് പാരഗ്രാഫ് ഒന്നും കൂടി ഡീപ്പായി കാണാൻ വേണ്ടിയിട്ട് വേണ്ട, ഞാനൊരു 1000 വേർഡ് കൊടുക്കുകയാണ്. ലോറം 1000. ഈ ലോറം 1000 ഒന്നും നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് യൂസ് ചെയ്യും. ഇതൊരു മേജർ ആയിട്ടുള്ള കാര്യമല്ല, ജസ്റ്റ് ഷോർട്ട് കട്ടാണ്. ഇതിന് പകരം നിങ്ങൾക്ക് വേറെ എവിടെന്നെങ്കിലും വേണമെങ്കിൽ ഈ ഒരു പാരഗ്രാഫ് പേസ്റ്റ് ചെയ്തിട്ട് ഇടാൻ പറ്റും. സോ ഞാനിപ്പോൾ 1000 വേർഡുള്ളൊരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇനി ഞാൻ അത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും നമ്മുടെ പാരഗ്രാഫ് ഇവിടെ വെബ്സൈറ്റിൽ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. സോ ഇനി നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചു H1 ടാഗും പഠിച്ചല്ലോ. സോ ഈ ഒരു പാരഗ്രാഫിന് എനിക്കൊരു ഹെഡിങ് കൊടുക്കണം. അതായത് ദിസ് ഈസ് അല്ലെങ്കിൽ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുക്കണം ഈ ഒരു പാരഗ്രാഫിന്. ലോറം ഇൻസത്തിന്റെ ഒക്കെ കാര്യം പറയുന്ന സമയത്ത് നമ്മളൊക്കെ പഠിച്ച സമയത്ത് നമ്മളെ ലോറം ഇൻസത്തിന്റെ വെബ്സൈറ്റ് ഉണ്ട്, അതിൽ പോയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇങ്ങനെ ആഡ് ഓൺ ആയിട്ട് പല സംഭവങ്ങളും പറഞ്ഞു. വീഡിയോൻ്റെ ഇടയിൽ ഇതേപോലെ പല കാര്യങ്ങളും വരും. മേ ബി ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു യൂസ് ആയിട്ട് തോന്നുമല്ലോ, ഇവരെന്തായി പറയുന്നതൊക്കെ തോന്നും. ബട്ട് ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് ഇതൊരു ഭയങ്കര യൂസ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. നല്ല ട്യൂട്ടോറിയൽസും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പഠിക്കാതെ പോയത്. പക്ഷെ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവശ്യമായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇത് കവർ ചെയ്തത്. സോ ഞാൻ ഈ പാരഗ്രാഫിന് നമ്മുടെ കോഡിലോട്ട് വരാണെങ്കിൽ പാരഗ്രാഫിന് ഞാൻ ഹെഡിങ് ലോറം എന്നുള്ളൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അതായത് സാധാരണ അങ്ങനെ ഉണ്ടാവും ഒരു ഹെഡിങ് ദെൻ പാരഗ്രാഫ് ആ രീതിയിൽ. സോ ഇനി നമ്മുടെ ആ ഒരു പ്രിവ്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മുടെ പ്രിവ്യൂ എങ്ങനെയുണ്ട്? അതായത് നമ്മുടെ സ്റ്റൈലും കാര്യങ്ങളൊന്നുമില്ല, ബട്ട് നമുക്കൊരു ഹെഡിങ് വന്നു, ആ ഹെഡിങ്ങിന് ഒരു പാരഗ്രാഫ് വന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടെക്സ്റ്റും H1 വെച്ചിട്ടാണ് നമ്മളൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു വെബ്സൈറ്റ് ചെയ്തു. അതായത് ഇത് നമുക്ക് സ്റ്റൈലും കാര്യങ്ങളൊന്നുമില്ല, ബട്ട് ചെയ്തു. സോ ഇതാണ് നമുക്ക് ടെക്സ്റ്റ് എലമെൻറ്റിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി ടെക്സ്റ്റ് എലമെൻറ്റിൽ നമുക്ക് ടാഗ് ഉണ്ട്, ആങ്കർ ടാഗ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഒരു ഓർഡേഡ് ലിസ്റ്റും അൺഓർഡേഡ് ലിസ്റ്റ് ടാഗ്സ് ഉണ്ട്. ഈ 2 ടാഗ്സും കൂടിയാണ് നമുക്ക് ടെക്സ്റ്റ് എലമെന്റ്സിൽ പഠിക്കാനുള്ളത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്ര പറയുന്നുള്ളൂ. ഈ ആങ്കർ ടാഗ്സിൻ്റെതും ലിസ്റ്റ് ടാഗ്സിൻ്റെതും നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ ചിലർക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഈ പി ടാഗ് ഈ പാരഗ്രാഫ്സിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടാകും. നമ്മൾ റിയൽ വേൾഡിലോട്ടൊക്കെ എത്തുന്ന സമയത്ത്, അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഒറിജിനൽ വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പാരഗ്രാഫിന് മാത്രമായിട്ടല്ല കൊടുക്കുക. ഇപ്പോൾ പാരഗ്രാഫിൻ്റെ ആ ഒരു സൈസിലുള്ള ഇതിനെല്ലാം നമ്മൾ പി ടാഗ് തന്നെയാണ് കൊടുക്കാറുള്ളത്. ഫോർ എക്സാമ്പിളിന് ചെറിയ വീടാണ് ലോറം ഇത്ര ഉള്ളതിനാണെങ്കിൽ പോലും നമ്മൾ പി ടാഗ് ഒക്കെ യൂസ് ചെയ്യാം. ഒരുപാട് ടാഗ്സ് നമുക്ക് പിന്നെയും ആഡ് ഓൺ ആയിട്ട് പഠിക്കാനുണ്ട്. ബട്ട് നമ്മൾ ഓരോന്നും നമ്മൾ യൂസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് പുതിയ ടാഗ്സ് നമ്മൾ യൂസ് ചെയ്ത് വരും. ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് ഇത്ര ടാഗ്സ് മതി. അതായത് നമ്മളിപ്പോൾ ഈ പഠിക്കുന്ന ടാഗ്സ്, ഈ ഒരു H1 P മാത്രമല്ല പറഞ്ഞ്, ഇപ്പോൾ ഈ പഠിക്കുന്ന ടാഗ്സ് മാത്രം മതി ഏറ്റവും ബേസിക് ആയിട്ട്. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബാക്കി നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.